ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. കണ്ണൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഈ ചാനൽ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിച്ച് നോക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ജൂറാസിക് പാർക്ക് എന്തെങ്കിലും ആയിട്ട് അത് വേറെ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ഈ ജൂറാസിക് പാർക്കിൻ്റെയും ആ കാറ്റടിക്കുന്ന സൗണ്ടും എല്ലാ സൗണ്ടും കൂടി മിക്സായി ഭയങ്കര അശോകം വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി ഒരു ഐഡിയ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വഴി കണ്ടോളും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ അല്ലേ ഗൈസ്, അതിൽ എന്നോട് ക്ഷമിക്കണം ഞാനിങ്ങനെ ചെയ്തതിൽ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പിന്നെയും ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ചെയ്ത കാര്യം നിങ്ങൾ കാണാം. സൗണ്ട് ഓഫാക്കി വെക്കുക. 2 ഉണ്ടായിരുന്നു സ്വിച്ച്, അത് 2 ഓഫാക്കി ഇട്ടിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞൂടെ, നോക്കുന്നില്ല. ഇപ്പം സെറ്റായില്ല ഗൈസ്, ഇപ്പോൾ വലിയ സൗണ്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ റാപ്റ്ററിനെ വെച്ചാണ് കളിക്കാൻ പോണത്. ഇന്ന് കഴിഞ്ഞ എപ്പിസോഡ് പോലെ ഒന്നും പൊട്ടം കളി ആകുകയില്ല. ഇന്ന് ഞാൻ റാപ്റ്ററിനെ വെച്ചിട്ട് കിടിലം കളി കളിക്കാൻ പോണേ. ഇന്ന് ഞാൻ പൊട്ടന്മാരെന്നും പോലെ ഇങ്ങനെ മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ ഫുഡ് പോലും കിട്ടാതെയാണ് മരിച്ചു പോയത്. അത് വേറെ കാര്യം. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇടക്കിടക്ക് ഈ ഓരോ ബട്ടനൊക്കെ നിൽക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലേ. നമ്മുടെ വെള്ളത്തിലുള്ള ആ മുതലും ഇതെന്തുന്ന എന്തോ ഒരു ജന്തുവുണ്ട്, അതൊക്കെ വിട്ട് നമുക്കിത് ഇപ്പം കണ്ടോ, നിങ്ങൾ കണ്ടോ? ഞാനിവിടെ ഫൈറ്റ് ചെയ്യണുണ്ടോ? അയ്യോ ഗൈസ്, എൻ്റെ ഹെൽത്ത് ഇല്ല ഗൈസ്. റാപ്റ്ററിനെ വെച്ച് കളിക്കാത്ത കുഴപ്പം ഇതാണ്. റാപ്റ്ററിന് ഹെൽത്ത് ഉണ്ടായാല വെള്ളം നിറച്ചുണ്ട്. റാപ്റ്റർ ഒരു വെള്ളടിക്കാരൻ തന്നെ ഗൈസ്. ഈ സെർവർ ഭയങ്കര ലാഗായിട്ടുണ്ട്, കുറേ പേര് കാരണം. നമ്മൾ ഓടിപ്പിടിച്ച് ആദ്യമേ എന്തിനെങ്കിലും കൊല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഇന്ന് നിങ്ങളെ കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എവിടെ സ്പോണായെന്ന് നമ്മൾ മാപ്പിൽ നോക്കാം. മാപ്പിൽ ഇവിടെയായിട്ടാണ് നമ്മൾ സ്പോൺ ആയിരിക്കണം. നമുക്കതായത് ഇവിടെയായിട്ട് വേണം. ഇവിടെ ഈ ഐലൻഡ് ഭാഗത്താണ് കൂടുതലും പൊട്ടന്മാരുള്ളത്. അപ്പം എന്നാലേ സുഖത്തിൽ കടിച്ചിടാൻ പറ്റുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു വലിയ ആനേനെ പോലത്തെ സാധനം ഇല്ലേ, ആ വലിയ ജീറാഫിനെ പോലത്തെ തലയൊക്കെ ഉള്ളത്, അതിനടിക്കാൻ നോക്കിയിട്ട് ഒരു പണിയും നടന്നില്ല. ലാസ്റ്റ് ഹെൽത്ത് പറഞ്ഞ് ആരോ തല്ലിക്കൊന്ന് എന്നെ കുഴിച്ചു മൂടിയതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ഞാൻ അവനെ പണിഞ്ഞിരിക്കും. ഇവിടെ ഒരു മോബിനെ കാണുന്നുണ്ട്, ഇവനൊക്കെ കയറി അടിച്ചാലോ. ഇവിടെ വളഞ്ഞു ചുരുങ്ങിയിരിക്കാൻ നമ്മുടെ ഈ സ്റ്റാമിന ഇല്ല നമ്മുടെ ഈ. ഇനി മേലോട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഗൈസ്, ഇങ്ങോട്ടാണ് വജാത്ത്. വട കടിയടാ ഗൈസ്. ഇവന് റാപ്റ്ററിനെ ഒന്നും പിടിക്കാനായിട്ടില്ല ഇവൻ ഇതുവരെ ഇത്രയും കാലമായിട്ടും. പിന്നെ ഇവിടെ ഡ്രില്ലിൻ്റെ വെച്ചേക്കാം. അത് അപ്പുറത്തെ വീട്ടിൽ എന്തോ വീട് പണിയുടെ പൊളിച്ച് വീട് പണിയാണ്. സാധാരണ മൈൻഡത്തെ പോലെ മൈൻഡുക. അപ്പം ഇവിടെ ബീച്ച് സൈഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളെ മാപ്പ് എടുത്ത് നോക്കാം. യെസ് ഗായ്സ്, ബീച്ച് സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി പണിയടാ വന്നണ്ടാ. ഞാൻ മറ്റേ ആ ജിറാഫ് ഇവിടെയാണുള്ളത്. എൻ്റെ മോനെ, ഏതാ ബീച്ച് സൈഡൊക്കെ അടിപൊളിയല്ലേ. അയ്യോ ഗ്ലിച്ച് ഭയങ്കര പിങ്ങുണ്ട്. ഈ പിങ്ങ് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഫോൺ കുറച്ച് നേരം വെള്ളത്തിൽ നോക്കി വെക്കാം. ജോക്ക്. നിങ്ങളിങ്ങനെ ഇരിക്കാതെ ചിരിക്കുക ഗൈസ്. ഞാനൊരു കിടെല്ലാം ജോക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിച്ചില്ല, അത് ആർക്കാണ് മോശം? വന്നണ്ടാ, ദേ നിൽക്കണ്ടാ നമ്മുടെ എതിരാളി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചത്തു. പിന്നെ വെള്ളത്തിൽ കൊണ്ട് മുക്കി വെക്കട്ടെ കുറച്ച് നേരം. പിന്നെയും ജോക്ക്. നിങ്ങൾക്ക് ചിരി വരത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് ചിരി വരുന്നുണ്ട്. അപ്പം നിങ്ങളെ പറയാൻ എനിക്ക് വട്ടാണ്. പിന്നെ നിങ്ങൾ മറന്നൊരു കാര്യം ഞാൻ ഓർപ്പിച്ചേക്കാം. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്തിട്ട് വലിയ ലൈക്കൊന്നുമില്ല. അപ്പോൾ ഈ പെട്ടെങ്കിലും നല്ലോണം ലൈക്ക് ചെയ്യടേ. എന്തെന്നാടെ നീയൊക്കെ കാണിക്കണ? ഫസ്റ്റ് തന്നെ ചാടിക്കയറി പിടിച്ച് ഇവനടിക്കാൻ കൈസ്. നിന്നെ പണിയടാ. ഇതാരാ വന്നെന്നറിയാവാ? നിനക്ക് ആരാ ഈ വന്ന് കടിക്കണമെന്നറിയാം നിന്നെ? ഒമ്നി റാപ്റ്റർ അല്ലെങ്കിൽ റാപ്റ്റർ. ചാടിക്കടിക്കും ഞാൻ. ഇവൻ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ അഹങ്കാരം കാണിച്ച് കടിക്കുന്നത് കേട്ടോ. എല്ലാം ചെയ്യണവനായിരുന്നു. ഇപ്പോൾ എടുത്ത് തന്നെ മെഴുകിക്കളാം ഞാൻ. വാല് വീശിയൊരു അടി ചെയ്യുന്നുണ്ടല്ലേ. നീ എൻ്റെ വാല് കണ്ട, നീ എൻ്റെ ശരീരം കണ്ട.
കടിയുടെ 16 വെറും 16 കയറണുള്ളൂ ഇവന്. ആ അങ്ങനെ 18 ചാടിക്കേറി കടി ഓടിച്ചെന്ന് ചാടിക്കേറി കടിച്ച്. ഇവൻ്റെ മേളിൽ നോക്കി കഴിഞ്ഞാൽ ഇവൻ്റെ ഹെൽത്ത് പറയണ 300 രൂപ കിട്ടുമോ ഗൈസ് ഇവനെ കൊന്ന. എന്നാൽ ഇവൻ്റെ വംശത്തിനെ മുഴുവൻ ഞാൻ നശിപ്പിക്കും ഗൈസ്. ഓ ചാടിക്കടി ആ 13 7 ചാടിക്കടി 10 ഇപ്പം വീഴും ഗൈസ് 10. എടി ഇവൻ എന്നാണ് ഈയിടെ എന്തൊരു ജന്തുവാണ് നീ. നീ ഒന്ന് ഓർത്ത് നോക്കടാ ആനക്കുട്ട. ഞാൻ നിന്നെ എന്തോരം കടി പിടിച്ചു എന്നിട്ട് അവൻ്റെ ഹെൽത്ത് കണ്ട കിടക്കണം. ചാടി വന്ന് ഒറ്റക്കടി കടിച്ച് 17 അത് കൊള്ളായിരുന്നു. പിന്നെയും ചാടി വന്ന് ഒറ്റക്കടി 8 ചാടി വന്ന് ഒറ്റക്കടി കടി പറയവന്നെ ചാടിക്കേറി കടി 18 പിന്നെയും ചാടിക്കേറി കടി 5 18 ഇപ്പം ചാവും. ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് മാംസത്തിനൊരു ഇതുണ്ടാകണ്ടില്ല. അയ്യോ ഇവനെന്നടി ഇവിടെ ഒന്ന് ചാകടാ. നീ ഇത്ര നേരടാ കൂട്ടാ ഞാൻ ഈ പാടുവിട്ട് നിന്നെ കടിക്കണം. ചാട് കടിയതാ മോനെ. ഒന്ന് കടിയതാ നീ. ഓ യെസ് ഫൈനലി ഡിഫീറ്റഡ്. വീഴ് മാംസയില്ല വീഴ് താഴ്ത്ത് വീഴാ മാംസ പിണ്ടമേ. ഇനി തിന്നാം. ഇവിടെ ചെന്ന് വെച്ച് ഇവനെ തിന്നാൻ പറ്റിയല്ലേ. ഇവനെ തിന്നാം. എൻ്റെ പെടലി തിന്നാം. അയ്യോ ഗൈസ് ഇനി എൻ്റെ ഹെൽത്ത് ഫുള്ളാക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അഞ്ച് ഇവൻ്റെ അനന്തരവന്മാരെ അടിച്ച് പൊളിക്കാൻ പോകും ഗൈസ് നമുക്ക്. അപ്പം നമ്മുടെ ഹെൽത്ത് ഫുള്ളായിട്ട് നമുക്ക് കാണാം. ശരിയെന്ന് പൊന്നു ഗൈസ് 200 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുന്നു. ഡിനോസറൊക്കെ ഇപ്പം മാറി ഗൈസ്. ഇവിടെ വീടൊക്കെ വന്ന് തുടങ്ങി. ഇത് എത്ര നേരം ഇത് കൊട്ടക്കണം. ഇത്രയും ചെറിയ സാധനത്തിൻ്റെ വയറ്റിലായിട്ട് ഞാൻ ഇത്രയും വലിയ ജന്തുവിനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും നിറയണ പോലുമില്ല. ഇതിപ്പോൾ നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. കുറേ നേരമായി ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടണം. അയ്യോ മതി തിന്നത് മതി എൻ്റെ പൊന്നെ. ഇതിനെ പൊട്ടിത്തെറിയാണ്. അയ്യോ മറക്കത്തില്ല കേട്ടോടാ. നിന്നെക്കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ക്ഷമിക്കണം. കാശിന് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ കൊന്നത്. നീ വീട്ടിലൊന്നും ചെന്ന് പറഞ്ഞേക്കരുത് എന്നോ. നിൻ്റെ വീട്ടുകാർ വളഞ്ഞിട്ടടിക്കും. കൊല്ലാതിരുന്ന. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളം പക്ഷെ പെട്ടെന്ന് കയറും കഴിച്ച്. വെള്ളം നമുക്കിങ്ങനെ വലിയ താമസങ്ങളൊന്നുമില്ല. പിന്നെ വെള്ളം കറക്റ്റായപ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. എങ്ങനെയൊക്കെ ഉണ്ട്? ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ആരും കരയുക പിടിക്കുക അങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും കരഞ്ഞ് കണ്ണുനീര് ഒഴുക്കി പാട്ടൊക്കെ പാടി നിന്നെയൊക്കെ എല്ലാവരും ഉപേക്ഷിച്ച് അങ്ങനെയൊക്കെ മൈൻഡ് ജീവിക്കുക. അങ്ങനെയൊക്കെ ജീവിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഞാൻ അവരെയൊക്കെ നോക്കി ചിരിക്കുന്നു. ഇങ്ങനെ ചില സൈക്കോ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളൊക്കെ അത് കാണാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ചാനൽ 2ാമത്തെ വീഡിയോ ആണ് കേട്ടോ. പ്രൗഡ് മൂമെൻറ്റ്. 1000 വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് പിന്നെ ഞാൻ ചത്ത് കളഞ്ഞേക്കും. ഞാൻ വിഷയമായില്ലെന്നോ. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സൊന്നും കിട്ടുന്നില്ല. വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നില്ല. പതിയെ നമ്മളും അങ്ങ് മിസ്റ്റർ ബീസ് ആകും. അത് വേറെ കാര്യം. നിങ്ങൾ ഞാൻ ആരാന്ന് കരുതി മിസ്റ്റർ ബീസ് ആകും. ഞാൻ കണ്ടു റീച്ചൊക്കെ കയറ കണ്ടാൽ മതിയായിരുന്നല്ലോ. എന്ത് ചെയ്യാൻ ഈ കാറ് ഒരു തേങ്ങ കിട്ടാതെ ഞാൻ ഇതിനെ ഓടിച്ച് നടക്കേണ്ടി വരും. ഗൈസ് നമ്മൾ കുറേ നേരമായി ഗൈസ് ഇങ്ങോട്ട് യാത്രയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേട്ടയാടണം. നമുക്ക് കാട്ടുമരത്തിൻ്റെ അയ്യോ കുത്തി കടിച്ച് അവനെ കടി ഗൈസ്. ഇവന് അടിക്കാൻ പറ്റിയെന്നാണ് പറയണത്. ഞാൻ വിഷയം കാരണം ഇവനും എന്നെ അടിക്കാണ്ട് കേട്ടോ. റാപ്റ്റർ ഗൈസ് ഇവനിപ്പോൾ ചാകും ഗൈസ്. ഇവൻ ചാകും ഗൈസ്. കൊന്ന് വാടാ വട്ട കളിക്കാൻ നിന്നെ അടിച്ചിടൂടാ.
എൻ്റെ കുഞ്ഞുത്താനെ അടിച്ചിടിഞ്ഞ്. അയ്യോ കൊന്ന് 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 ചത്ത് അങ്ങനെയല്ല ഗൈസ്. ഇത് ഗെയിം കളിക്കുന്ന ഒരു ഇതുണ്ട് ഗൈസ്. ആ വാ കടി കടി ഹവാ 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 കുശിപ്പൂലുട്ടാ ഹേ കവത്തൊലി. ആ ഇതാരാ? ഇതേതൊക്കെ ചേട്ടൻ? ആ വാ കടിച്ചടാ, അവൻ കടിച്ചടാ, എൻ്റെ വാലിട്ട് അടിച്ചടാ. ചാടിക്കടി വളഞ്ഞടി ഇവനെ കടി. എന്നെ കൊന്ന് കൊള്ള വാടാ വട്ട കളിക്കാൻ. ചാടിക്കടി. ആ ഇതൊക്കെ സ്കില്ലാണ്. അയ്യോ കാണാൻ മേല സ്ക്രീൻ. ആ കടിച്ച് വാ കടി അടുത്തടി കടി. ആ ഇത് ഈ സാധനം മാറ്റി കഴിഞ്ഞ നേരത്തെ നമുക്ക് ഓടാൻ പറ്റും ഗൈസ്. കൊന്നവനെ അവൻ ഇറങ്ങിപ്പോ ഉറങ്ങിയാണ് അവൻ. എന്താ ഒരു വികാരം ഇല്ലാത്ത ജന്തു. എടാ നിനക്ക് എന്ത് പറ്റി മോനെ? ഗെയിം ക്രാഷായെന്ന് ഡൗട്ടുണ്ട്. ഇല്ല, നമുക്ക് പോയി കുറച്ച് ഫുഡ് അടിക്കാം. അവൻ എന്ത് പറ്റിയടാ അവന്? എടാ ഈ കൊച്ചു സാധനം എന്ത് ഈ പറക്കണ ജന്തുവിനെ അടിച്ചിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? നമുക്ക് പിന്നെയും ഗണത്തിലായിട്ട് മാംസപിണ്ഡങ്ങൾ എറിയാം. നമ്മളിനി മുതൽ ഇങ്ങനെയൊക്കെ കിടക്കണ മരിച്ചുപോയ ഡിനോസറസിനെയൊക്കെ നമ്മൾ ഇനി മുതൽ മാംസപിണ്ഡങ്ങളെന്ന് വിളിക്കാം ഗൈസ്. മാംസപിണ്ഡങ്ങൾ. ഇത് ഗൈസ് ഒരു മാംസപിണ്ഡത്തിനെ തിന്നിട്ടിരിക്കുകയാണ് നമ്മൾ. മാംസപിണ്ഡം കൊള്ളാല്ലേ, നല്ല പേര്. കണ്ടോ ഗൈസ്, ഈ ജന്തുവിൻ്റെ വയറാണ് ഞാൻ ആലോചിക്കണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതിൻ്റെ പകുതിയും മുക്കാൽ ഇതിനെ മുഴുവത്തോടെ തിന്ന് ഒരു 10 എണ്ണത്തിനെ തിന്നേണ്ട ജീവിതമാണ് ഈ മുഴുവൻ തിന്ന് തീർക്കണത്. ഒന്നും നിറയടെ മനുഷ്യ ഇതിൻ്റെ വയറ്. എന്തൊരു കഷ്ടമാണ് ഈ കാണിക്കുന്നത് ഗൈസ്. 425 ഇതായി കേട്ടോ. നമ്മുടെ 100 ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഈ പെട്ടം കാശ് കൂട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ജന്തുക്കളൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ. മറ്റോ വലിയ ആനനെ പോലത്തെ സാധനത്തിനെ കൊന്ന കാരണമാണ് നമുക്കിപ്പോൾ ഇത്രയും കിട്ടിയിരിക്കുന്നത്. സന്തോഷം പിന്നെ സന്തോഷം മാത്രം. കുറച്ച് വെള്ളം കുടിച്ചാം. കുച്ചി. അയ്യോ ഗൈസ് ഈ O2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ആണെന്ന് തോന്നുന്നു. ഈ കെമിസ്ട്രി എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കെമിസ്ട്രി വലിയ പഠിത്തം പഠിക്കാൻ നേരത്ത് ഞാൻ മാത്രമേ ഈ പുറകിരുന്ന് O2ഉം V2ഉം S+ ഒക്കെ വരച്ചോണ്ടിരിക്കും ഞാൻ. നമുക്കിതൊന്നും ഇഷ്ടമല്ല. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കില്ല. ലാസ്റ്റ് പരീക്ഷയ്ക്കും തോക്കും. അതിൽ എപ്പോഴത്തേം പോലെ സന്തോഷം പിന്നെ സന്തോഷം. ഇറങ്ങി വാടാ, നിന്നെക്കാൾ വലിയവൻ അടിച്ചിട്ടുണ്ട്. വാ ഗൈസ്, ഇവൻ എൻ്റെ നേരെ വരുവാ ഗൈസ്. നിങ്ങളീ പുല്ല് മാത്രമല്ലേ കാണുന്നത്? ഞാനും പുല്ല് മാത്രമാണ് കാണുന്നത്. കിടക്കണുണ്ടല്ലോ 2 ഒന്ന് തള്ളിക്കളയും. ഒരുത്തനെ നോക്കാനില്ല എനിക്ക്. 3 കൊല കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അതേ ഗൈസ് വെള്ളത്തിൽ കൊല്ലങ്ങളുണ്ട്. പാടാ കീറി വാടാ. ഇവൻ്റെ പേരെന്നാ? പിന്നെ ഈ ഡിനോസേഴ്സിൻ്റെ ഒന്നും പേരെനിക്കറിഞ്ഞോളൂ. നമുക്ക് ഡിനോസേഴ്സ് എന്ന് തന്നെ വിളിക്കാം. പിന്നെ ഈ കുറച്ച് പേര് അറിയാം ടീറക്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ജന്തുവിൻ്റെ ഡൈനോസേഴ്സിലൊന്നാണ് ടീറക്സ്. ടീറക്സ് ഈസ് എ ഗുഡ് മോബ് ഇൻ ദി ഗെയിം ഗൈസ്. ഒരുത്തൻ ഇവൻ പാവാണ്. ഇവൻ അടിച്ചാൽ നമുക്കിട്ട് കിട്ടുവാന്ന് അറിഞ്ഞൂടാ. ഇവൻ എന്നെ കണ്ട് ഓടിയാണ് ഗൈസ്. ഒന്നാവാ ഗൈസ്, എന്ത് നോക്കാനാ? നിനക്ക് എന്നെ വിലയില്ലല്ലേ ആടാ അളി ആന. ഈ ആനേനെ അടിച്ചു കഴിഞ്ഞാൽ 300 രൂപ. അമ്മി ഇതിന്നത്. അയ്യോ ആരാടാ കാട്ടി കയറിയിരിക്കണം? ഒന്നും ചെയ്യല്ലേ ഇവന്മാര്. നീ ഇങ്ങനെ പേടികളാ മോനെ ആണുങ്ങളുടെ വില കളയാനായിട്ട്. ഇവൻ്റെ മീത്ത് ചാടിക്കടിക്കണം ഗൈസ്. എന്നെ തൊട്ട ഇവൻ കയറി ഇടിക്കും കേട്ടോ. ഇവന് ഞങ്ങളൊക്കെ പണ്ട് കൂട്ടുകാരന്മാരായിരുന്നു. ഇവൻ പഠിച്ച് വലിയ ആളായി, ഞാൻ പഠിച്ച് ചെറിയ ആളായി. പക്ഷെ ഇവനെക്കാളും കിടില്ല ഞാനാ ഗൈസ്. ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അയ്യോ എല്ലാം കൂടി ഇങ്ങോട്ട് പിന്നെ അയ്യോ ഇവന്മാരുന്ന്
അയ്യോ എടേ ഇത് ഭയങ്കര ഗ്ലിച്ച് പിങ് ഗൈസ് കണ്ട ഗൈസ് കണ്ടാ ഞാൻ കടിച്ച ചാടിക്കടി അടിയടാവനാ കടിച്ച് പറിക്കടാവനാ എടാ ഇപ്പൊ പോയി കടിക്കടാ റാപ്റ്ററെ. ഓ എന്തെന്ന് പൊട്ടനാണ് ദൈവം. മിടുക്കൻ. ഓ കടിച്ച് തൂങ്ങിയൊക്കെ ഇരിക്കണ ഗൈസ്. ആനിമേഷനൊക്കെ കൊള്ളാല്ലേ. ചാട് കടി ചാടിക്കടിയടാ അവനെ. ഓ കൊള്ളാം. ഉറങ്ങിക്കോ ഉണ്ണി അയ്യോ എൻ്റെ അമ്മേ അതെന്താ അടിയാളെ അടിച്ചത്. അവൻ വാല് വളക്കി അടിച്ചു ഗൈസ് എന്നെ. അണ്ണൻ മന്നെ കണ്ട എൻ്റെ അണ്ണൻ മന്നെ കണ്ടാ കേസ് അണ്ണൻ വിഷയം. എന്നെ തൊട്ടേനാണ് ഇടിക്കാൻ ചെല്ലാണ്ടാ കണ്ടാടാ. അയ്യോ വെള്ളത്തിലോട്ട് പോയി കടിക്കാൻ പറ്റിയല്ല. വെള്ളത്തിലോട്ട് നമുക്ക് വേണ്ട. നമ്മളെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ മുങ്ങി കളിക്കേണ്ടി വരും. അവൻ ജീറാഫാണ്. അവൻ്റെ തല വെള്ളത്തിൽ പോയാലും അവന് കുഴപ്പമില്ല. അത് നമ്മളങ്ങനെയല്ല. നമ്മൾ വെള്ളത്തിൽ പോയാൽ നമ്മൾ വെള്ളത്തിൽ പോയി വെള്ളം കുടിക്കാനേ പറ്റത്തുള്ളൂ. അയ്യോ ഗൈസ് ഹെൽത്ത് ഗുണമുണ്ട് ഗൈസ്. നമുക്കപ്പോൾ കുറച്ച് നേരം ഇവിടെ വളഞ്ഞു കുത്തിയിരിക്കാം. നമുക്ക് കുറച്ച് കിടന്ന് ഉറങ്ങട പൊട്ടുമ്പോഴ. ഓ ഗൈസ് നമ്മളിവിടെ ഇരിക്കണ ആരും കണ്ടിട്ടില്ല. ഐ ആം അണ്ടർ ദി പുല്ല്. ഗൈസ് വീഡിയോക്കൊക്കെ കുറച്ചും കൂടി എഡിറ്റ് കിട്ടണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഒറ്റക്കാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ഒരു 6 വീഡിയോ എങ്കിലും ഒരു ദിവസം എടുത്ത് വെക്കും ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ സമയമില്ല ഗൈസ്. ഞാൻ പിന്നെ രാത്രിയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് ഗൈസ്. കയറിയിട്ടുണ്ട്. ഇനി ഇത് അവനെ അടിക്കാം ഗൈസ്. ഇനി എനിക്ക് ഈശ്വരനും ബ്രഹ്മനൊന്നും നോക്കാനില്ല. വട കളിക്കാൻ. നീ വെള്ളം കുടിച്ചാൽ മതിയാടാ. നീ അയ്യോ ഇവനൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് ആരെയും പേടിയില്ല. അയ്യോ എടാ ചത്ത് ഓടറ പൊട്ട. ഇവന് നിന്നെ എങ്ങോട്ടാ ഓടണം. വാ ഞാൻ ഇവിടെ വെറുതെ നിന്ന് തരാം. വാ ചക്കരക്കൊടുത്ത് ഈ മണ്ണ് വീണ തുന്നി കൂട്ടാൻ പറ്റൂല. കുട്ടിക്കാര് ഓടിയ മച്ചാനെ വിട്ടോ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ മച്ചാനെ. അയ്യോ ഇതെന്നതാ അതേ അടുത്തത്. വാലും പൊക്കി ഓടറാ. അയ്യോ അതേ കുത്തി മരത്തി. അപ്പോൾ ഗൈസ് നല്ല വീഡിയോ എന്ന് വിചാരിക്കുന്നു. വണ്ടർഫുൾ ഡേ ആൻഡ് വണ്ടർഫുൾ പീസ്ഫുൾ ലൈഫ് ഇൻ മാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പറ്റിയെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ഇന്ന് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ടും കാണാം.